നിർവാണ നമ്മുടെ സാൽമൺ വെച്ചിട്ടുള്ള നിർവാണ ഉണ്ടാക്കുമ്പോൾ വേണ്ടി ഐ ഓൾറെഡി ടോൾ പാൽ അങ്ങോട്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു. അപ്പം മച്ചന്മാർ ഇന്നത് സാൽമൺ നിർവാണയാണ് നമ്മുടെ ഷെഫുള്ള സാറിന്റെ സിഗ്നേച്ചർ ഡിഷായ സാൽമൺ നിർവാണ. അപ്പൊ INS വിക്രാന്ത് ഷിപ്പിൽ ഷെഫുള്ള സാറ് സാൽമൺ വെച്ചല്ല നെയ്മീൻ വെച്ചിട്ട് നമ്മുടെ നിർവാണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മ ഷിപ്പിൽ തന്നെ സാൽമൺ വെച്ചിട്ട് നിർവാണ വെച്ച എങ്ങനെ ഉണ്ടാവും. അപ്പൊ മച്ചാമാര് ഇത് കണ്ട വായലക്കടലില് ഞങ്ങളുടെ കപ്പല് വായല എങ്ങനെ വന്നല്ലേ ദേ ഫിഷ് നിർവാണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ക്യാപ്റ്റനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത സാധനം ഉണ്ടാ വായല. അപ്പൊ ഷെഫുള്ള സാറിന്റെ ആ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയാം, എല്ലാരും അത് ട്രൈ ചെയ്തിട്ടെന്നറിയാം. പക്ഷെ ഇതിലെന്തൊക്കെ ഇട്ടേക്കണെന്ന് അറിയോ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത്. ഈ സാധനം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് ആദ്യം കൊടുക്കും. അപ്പൊ ചെന്നൈ നമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഫുള്ള് നിർവ്വാണ റെസിപ്പി ചെയ്യണത്. ഇത് തീ കുറച്ചിട്ടിട്ടില്ലേ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടാ. അപ്പൊ ഇത് തീ കുറച്ചിട്ട് നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്ത്. അപ്പൊ INS വിക്രാന്തി പോയിട്ട് സാറ് ഫിഷ് നിർവ്വാണം ഉണ്ടാക്കി കൊടുത്ത വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചതാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇതുപോലെ തന്നെ സാൽമൺ വെച്ചിട്ട് നമുക്ക് ഫിഷ് നിർവ്വാണം ഓൺ ബോർഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പൊ അതിൽ നിന്ന് ആഗ്രഹം ഇന്ന് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ വീഡിയോ ഫുള്ള് ഡെഡിക്കേറ്റഡ് ടു സുരേഷ് പിള്ള സാറിനാണ്. സാറ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോന് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ച മെസ്സേജിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് സാറിന് വേണ്ടിയാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കരിഞ്ഞു പോയത് മീഡിയം ടെമ്പറേച്ചറിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. സാൽമൺ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പൊ ഈ ടൈമിൽ നമ്മൾ നല്ല ഫ്രഷ് കോക്കനട്ട് ഇല്ലേ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കട്ടെ. ഇതിന്റെ ഫ്രഷ് പാലെടുക്കണം കേട്ടോ. പ്രോപ്പർ റെസിപ്പിയാണ് ഇതിൽ യൂസ് ചെയ്യണത്. അപ്പൊ ഈ പാനിലേക്ക് അടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഇത് അധികം ചൂടാകുമ്പോൾ കേട്ടോ നമ്മുടെ എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ കോക്കനട്ട് ഓയിലിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ. ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. റെസിപ്പിയിലെ പോലെ തന്നെ കറി ലീവ്സ് ഇട്ട് കൊടുക്കട്ടെ. കറി ലീവ്സ്. അപ്പൊ ഇത് നമ്മുടെ ചെറിയ തീയിലായിട്ടുണ്ട്. ഇത് ഹോട്ട് പ്ലേറ്റ് കാരണം നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇത് കല്ലാണല്ലോ, കല്ല് ചൂടേ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒരെണ്ണം ഓഫാക്കി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സാൽമൺ കുട്ടന്മാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. നിർവാണ നമ്മളെ സാൽമൺ നിർവാണിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതാണ് പൊളിച്ച അതിനോട് വെച്ചാനെ. അപ്പൊ ഇത് ഷെഫുള്ള സാറിന്റെ റെസിപ്പിയാണ്, എന്റെ റെസിപ്പി അല്ല. ഇതിൽ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സാറ് ഒന്ന് ക്ഷമിക്കണം. ഞാൻ ഇത്തരം കാര്യങ്ങളാണ് വീഡിയോയിൽ നോക്കിയിട്ട് പഠിച്ച് കിട്ടിയത്. എനിക്ക് ഇൻഫോർമേഷൻ. കുരുമുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക മുകളിലേക്ക്. അധികം തിളക്കാൻ പാടില്ല, തിളച്ചത് പിരിഞ്ഞു പോകും. അപ്പൊ കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഈ ഫിഷ് നിർവ്വാണം ഇങ്ങനത്തെ ഒരു റെസിപ്പി ഞങ്ങളുടെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ദിസ് ഈസ് അവർ ക്യാപ്റ്റൻ സർ. ക്യാപ്റ്റൻ സർ ഈസ് കമ്മിങ്. സോ യു ആർ ഓൺ ടൈം. I told you before about the chef Pillai. Yes, Pillai. Very good. Yeah. Pillai dish. I already told Captain Sir about the chef Pillai recipe and his story and his inspiration and everything. I want to see. Yeah, he want to see also. He told me. Okay, he is going to taste now. They are looking very good. Yummy. And this is with the coconut milk. Yeah, very good. So our Captain Sir is going to taste chef Pillai recipe fish nirvana. Very good. Taste very tasty. Very good. Excellent. Actually, the same way yes. in an INS Vikrant, okay. Chef Pillai made and served this recipe with the kingfisher, not with the salmon. Salmon, we are the one first making with the salmon. On board. Very good. Excellent. Very good taste. Thank you, sir. So you people also try this one and taste out. And say hi to Chef Pillai, sir. Hi, Chef Pillai. Your is very good, sir. He is the one who invented this recipe yes. and for us. Now all around the world this recipe is following. Yes, very good. We have very good chef here. Because of him we are able to taste this one. Thank you, sir. So thank you, sir. Thank you for coming and tasting. And I am very proud today because I made on board this Kerala recipe for you. And this video is dedicated to Chef Pillai sir. And these banana leaves came on board because of our captain sir. Yeah. And he take interested to bring the banana leaves on board from the Mangalore port, right? Yeah, we have bought because we have good chef on board. He is doing all the types of things. So we have got a chance to
taste the Chef Pillai's dish on board. And Thank you. and after that, with the banana leaf, we are going to make the Kerala Sadhya. Okay, that video is coming soon. So, Okay. thank you, sir. Thank you once again for coming. അപ്പം മച്ചന്മാരുടെ ഷെഫ് പിള്ള സാറിന്റെ റെസിപ്പി ഫിഷ് നിർവാണ നമ്മ സാൽമൺ വെച്ച് ചെയ്തൊക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നളിയ ഒന്നും പറയാനില്ല, ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടാക്കി ഞാൻ ക്യാപ്റ്റന് കൊടുത്ത്, ഇതുപോലെ തന്നെ INS വിക്രാന്തി പോയിട്ട് സാറ് കണ്ടാ, ഓ ഇത് കണ്ട മോനെ നിർവാണയുടെ സാൽമൺ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് നിർവാണ കഴിക്കാൻ പോണത്, ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. പൊന്നടി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചില്ല, വെറുതെ അല്ല ഈ റെസിപ്പി ലോകം മൊത്തം ഫോളോ ചെയ്യണത്. അത്രക്ക് ടേസ്റ്റാണ്. അതും സാൽമൺ വെച്ചിട്ട് ചെയ്തിട്ടില്ല, എനിക്കൊന്നും പറയാനില്ല, പറയാൻ വാക്കില്ല. അത്രക്ക് ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നു വെറുതെ ക്യാപ്റ്റൻ പറഞ്ഞ അടിപൊളിയാണെന്നും. പക്ഷേ ഞാനപ്പം ടേസ്റ്റ് ചെയ്തില്ല, ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ആ ഒരു കോക്കനട്ടിൻ്റെ ഇത് കണ്ട മഴയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാണോന്ന് അറിയില്ല, മഴയും കാർമേക്കൊക്കെ ഇടിച്ചൂത്തി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഫിഷ് നിർവാണ അടിപൊളി. അതും വാഴയിലയിൽ എന്ന് പറയാല്ല, ഇത് കടലാണ്ടാ. കടൽ വാഴയിലയിൽ ഇങ്ങനെ ഏതെങ്കിലും ഡിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്യണത് നല്ലൊരു നല്ലൊരു സൈനാണ്, നല്ലൊരു സൈനാണ് മഴയൊക്കെ പെയ്യണത്. ഞാൻ എൻ്റെ കരിയറിൽ ഇവിടെയും വരെ എത്തിയത് രണ്ടുപേരും ഇൻസ്പിറേഷൻ കൊണ്ടാണ്. ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങര സാറ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ സഞ്ചാരം എന്ന ഒരു ചാനൽ കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ 57 രാജ്യം മൊത്തം കറങ്ങി 6 കോണ്ടിനെന്റ്സ് ഒക്കെ കറങ്ങുമെന്ന്. ഈ ഒരു പ്രൊഫഷൻ കാരണമാണ് എനിക്ക് ആ രാജ്യങ്ങളൊക്കെ കറങ്ങാൻ പറ്റിയത്. അപ്പം ഞാൻ പുള്ളി പോയ രാജ്യത്തൊക്കെ ഇപ്പം അമേരിക്കയിലായാലും ചൈന വാളിലായാലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ദൈവമേ, ഞാൻ പണ്ട് ഇത് സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോഴേ രോമാഞ്ചം വരും ആ ടൈമിലൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയതിന് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷെഫ് പിള്ള സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പൊ എങ്ങനെ കുക്കിങ്ങിൽ കുക്കിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അതില് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ ലവ് എന്ന സംഭവം എങ്ങനെയാണ് ചേർക്കണേന്ന് നമ്മളെ ഷെഫ് പിള്ള സാറാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ അത് ഫോളോ ചെയ്താലും മച്ചാനെ നിങ്ങൾക്ക് എന്ത് നേടണം ലൈഫിൽ, എന്ത് നേടണമെന്ന് വിചാരിച്ചോ അത് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ചെയ്താൽ മതി. എന്താണെന്നറിയോ? സ്നേഹം, 100% ഓഫ് ലവ് കൊടുത്താൽ മതി ഇതെല്ലാത്തിലും. അപ്പം മച്ചാന്മാരെ നല്ല മഴ, നല്ല ഫിഷ് നിർവാണ. സാറേ ഒരുപാട് താങ്ക് യു ഉണ്ട്. എന്റെ റിയൽ കാണാനും വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് അടിക്കാനൊക്കെ. ഈ വീഡിയോ ഒക്കെ ഷെഫ് പിള്ള സാറും സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവരും കൂടി കണ്ടാൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമൊക്കെ എൻ്റെ ലൈഫിലത്. അപ്പം മൺസൂൺ മാസം തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയും അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ വീഡിയോ കുറേ വന്നിട്ടുണ്ട്. നമ്മ ഒരു ഫാൻ ആവണം, അല്ലെങ്കിൽ ഒരു ആരാധന വന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫുമായി അവർ ചെയ്ത കാര്യങ്ങളോ അവരുമായോ ബന്ധം വേണം. അല്ലാണ്ട് സിനിമ കണ്ടിട്ട് ആ ഒരു 2.5 മണിക്കൂർ എന്റർടൈൻമെന്റ് കണ്ടിട്ട് ഇൻസ്പയർ ആവണ എല്ലാ കാര്യങ്ങളും. എന്നാൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഗുണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ എന്തെങ്കിലും കണ്ടിട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടായിരിക്കണം. അപ്പൊ അതുപോലെ ഇൻസ്പയർ ചെയ്ത 2 ആൾക്കാരാണ് ഞാനിപ്പോ പറഞ്ഞത്. ട്രാവലിങ്ങിന്റെ കേസിൽ സന്തോഷ് സാറും, കുക്കിങ്ങിന്റെ ഈ ഒരു പാചകത്തിന്റെ ആ ഒരു സംഭവത്തിൽ ഷെഫ് പിള്ള സാറും. സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്റെ ഫുൾ നെയിമും കുളങ്ങര സുധി വിഷ്ണു എന്നാണ്. ഞാനും കുളങ്ങരയാണ്. അപ്പൊ സാറൊന്നും വിചാരിക്കരുത്, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയരുത് സന്തോഷ് ജോർജ് കുളങ്ങര സാറല്ലേ, ഞാൻ വിഷ്ണു കുളങ്ങരയാണെന്ന് പറയരുത് ഞാൻ. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് ലൈഫിൽ. അപ്പൊ കടലില് കപ്പലില് ഇതുപോലത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും, നിങ്ങളെല്ലാരും കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന്. ലൈഫിൽ ഒന്നും തന്നെ നമുക്ക് ഇല്ല അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പൊ ആ ഒരു സംഭവം മുന്നിൽ വെച്ചിട്ട് മച്ചാനെ നിങ്ങൾ പൊക്കോ. അപ്പൊ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യണ അതൊന്നും നോക്കണം മച്ചാനെ. നിങ്ങളുടെ ചുറ്റുമുള്ളത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണാം. എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ എന്ത് ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടും, എന്ത് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും, അത് കണ്ടെത്താം നിങ്ങളുടെ ചുറ്റും എന്താണുള്ളത്. അപ്പൊ മനസ്സിലാവും ലൈഫിൽ എന്താണ് എപ്പോഴാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിന് കുറെ ടൈം എടുത്താലും
ഒരിക്കലും നമ്മൾ വൈകിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയാ. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ ജീവനോട് ഇരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഒട്ടും വൈകിട്ടില്ല. ചിലവര് പറയും ആ കോഴ്സ് പഠിച്ച എനിക്ക് ഇത്ര ഏജ് ആയില്ലേ, ഇനി അത് കഴിഞ്ഞു പോയില്ലേ, അതിങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒന്നും ലൈഫിൽ വിചാരിക്കണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം ടൈം ഒട്ടും വൈകിട്ടില്ല എന്നാണ്. അപ്പൊ ലൈഫിൽ ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുണ്ട്. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് വാട്ട് ഈസ് അറൗണ്ട്. അപ്പൊ മച്ചന്മാരെ ബാക്ക്ഗ്രൗണ്ട് റിയലൊക്കെ കേട്ടാ, റിയലാണ്, എഡിറ്റഡ് ഒന്നുമല്ല. ചിലവരൊക്കെ അതും പറഞ്ഞിട്ടുണ്ട് പലരും പല കാര്യക്കടാ. അവിടെയൊക്കെ ഇപ്പൊ മഴ അങ്ങാട് പോയിട്ടാ, ചെറുന്നേരം ഇവിടെ ഇരുന്ന് മഴ ഇപ്പൊ അങ്ങാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തടാ, മഴ ഇപ്പൊ അങ്ങാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കടലിലെ സംഭവമാണ്, എന്ത് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളും വീഡിയോസ് ഒക്കെ വരാനുണ്ട്. പതുക്കെ ഞാൻ എല്ലാവരും കാണിച്ചു തരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടാ മച്ചന്മാരെ.